വയോജനങ്ങൾക്കും കുട്ടികൾക്കും പൊതുവെ പിടിപെടാൻ സാധ്യതയുള്ള രോഗങ്ങളും അവയ്ക്കുള്ള പ്രതിവിധിയുമായി എത്തുന്നു ഡോക്ടേഴ്സ് വ്യൂ. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എല്ലാവർക്കും തന്നെ ഉണ്ടായി കാണുന്ന രോഗമാണ് IBS, അതായത് ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം. അങ്ങനെ പറഞ്ഞാൽ മിക്കവർക്കും തന്നെ അറിയില്ലായിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ ആ രോഗമുണ്ട് എന്ന് മിക്കവർക്കും അറിയത്തില്ല. പണ്ടത്തെ കാലത്തെ അപേക്ഷിച്ച് ഈ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോമിൻ്റെ പ്രശ്നം ഉണ്ടാകുന്നവരുടെ എണ്ണം കൂടി വരികയാണ്. പുരുഷന്മാരെ അപേക്ഷിച്ച് 2 ഇരട്ടി സ്ത്രീകൾക്കാണ് ഈ പ്രശ്നം കാണുന്നതായിട്ട് കണ്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ IBS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ തിരിച്ചറിയാമെന്ന് നോക്കാം. പ്രധാനമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആയുർവേദത്തിൽ പറയുന്നത് ഗ്രഹണി യന്ത്രമായിട്ട് ഉള്ള പ്രശ്നങ്ങൾ മൂലമാണ് ഇറിറ്റബിൾ ബവൽ സിൻഡ്രോമിൻ്റെ പ്രശ്നം ഉണ്ടാകുന്നതെന്നാണ്. അതായത് നമ്മുടെ ഗ്രഹണി യന്ത്രത്തിന്, നമ്മുടെ ആമാശയത്തിൻ്റെ അറ്റത്തായിട്ട് വരുന്ന നമ്മുടെ ഗ്രഹണി യന്ത്രത്തിന് വരുന്ന പ്രശ്നം കൊണ്ടാണ് ഈ രോഗം ഉണ്ടാകുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട സിംറ്റംസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലർക്ക് ചില സമയത്ത് മലബന്ധം ഉണ്ടാകുക, അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോൾ ചിലപ്പോൾ വയറിളക്കമായിരിക്കും കാണുന്നത്. എപ്പോഴും ഗ്യാസിൻ്റെ പ്രശ്നം പോലെ തോന്നുക, വയറെപ്പോഴും വീർത്തിരിക്കുന്നതായിട്ട് തോന്നുക, തലവേദന വരിക, നടുവേദന വരിക, എപ്പോഴും ഒരു ക്ഷീണം തോന്നുക. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഈ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോമിൻ്റെ ലക്ഷണമെന്ന് പറയുമ്പോൾ. അപ്പോൾ ചിലർ പറയുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്നതാണ് എന്ത് ആഹാരം കഴിച്ചാലും ഉടനെ ടോയ്ലറ്റിൽ പോകാൻ തോന്നുന്നുള്ളത്. അതൊക്കെ തന്നെ ഈ ഇറിറ്റബിൾ ബവലിൻ്റെ പ്രശ്നം ഉള്ളവർക്കാണ് സാധാരണയായിട്ട് കണ്ടുവരുന്നത്. അപ്പോൾ തന്നെ നമുക്ക് ഈ രോഗമാണെന്ന് കണ്ടുപിടിക്കാൻ തന്നെ വളരെ പ്രയാസമാണ്. കാര്യം ചില സമയത്ത് മലബന്ധമായിരിക്കും കാണുന്നത്, ചില സമയത്ത് വയറിളക്കമായിരിക്കും, ചില സമയത്ത് മുഴുവനായ സമയത്ത് ഗ്യാസിൻ്റെ പ്രശ്നമായിരിക്കും. അങ്ങനെ പല കംപ്ലയിൻസ് ആയിട്ട് മാറി വരുന്നത് കാരണം നമുക്കിത് ഐഡൻറ്റിഫൈ ചെയ്യാൻ തന്നെ വളരെ പാടാണ്. 10 പേരെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ 2 പേർക്കും തന്നെ ഈ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോമിൻ്റെ പ്രശ്നമുള്ളതായിട്ടാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. അതിൻ്റെ പ്രധാന കാരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 2 തരത്തിലുള്ള കാരണങ്ങളാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. ഒന്ന് മാനസികമായിട്ടും ഒന്ന് ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ. മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളെന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിലൊക്കെ തന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ് സ്ട്രെസ്സും ആങ്ഷൈറ്റി, അതായത് മാനസിക പിരിമുറുക്കവും ഉത്കണ്ഠയും ഒക്കെ തന്നെ ഒരുപാട് ജീവിത പ്രശ്നങ്ങളും ജോലി സ്ഥലത്തുണ്ടാകുന്ന മാനസിക സമ്മർദ്ദങ്ങളും ഇവയൊക്കെ തന്നെ ഒരുപാട് കൂടുതലുള്ളൊരു കാലഘട്ടമാണ്. ഇപ്പോൾ സ്കൂളിൽ പരീക്ഷയ്ക്കൊക്കെ പോകുന്ന കുട്ടികൾ ചിലപ്പോൾ പറയുന്നത് കേൾക്കാം, അവർക്ക് പരീക്ഷ എടുക്കുന്ന സമയത്ത് കുറേ തവണ തന്നെ ടോയ്ലറ്റിൽ പോകേണ്ട അവസ്ഥ ഉണ്ടാകാറുണ്ടെന്നുള്ളത്. അതൊക്കെ തന്നെ ഈ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോമിൻ്റെ ഒരു സിംറ്റമായിട്ട് നമുക്ക് പറയാം. അപ്പോൾ ഈ പറഞ്ഞ രീതിയിലുള്ള ജീവിത സംഘർഷങ്ങളും മാനസിക പ്രശ്നങ്ങളും അല്ലെങ്കിൽ ഡിപ്രഷൻ, അതായത് വിഷാദം എന്നറിയപ്പെടുന്ന രോഗമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മാനസിക പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്കൊക്കെ തന്നെ ഈ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോമിൻ്റെ പ്രശ്നം ഉണ്ടാകാറുണ്ട്. അല്ലാത്ത കാരണങ്ങളെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ആമാശയ സംബന്ധമായിട്ട് വരുന്ന പ്രശ്നങ്ങൾ, എന്തെങ്കിലും ഡൈജസ്റ്റീവ് കംപ്ലയിൻസോ അല്ലെങ്കിൽ കറക്റ്റായിട്ട് ഫുഡ് അബ്സോർബ് ചെയ്യാതിരിക്കുന്ന അവസ്ഥകളോ അല്ലെങ്കിൽ ആമാശയത്തിൽ അൾസറോ മലബന്ധമോ സ്ഥിരമായിട്ട് തന്നെ വയറിൽ വരുന്ന എന്തെങ്കിലും ഇൻഫെക്ഷൻസോ ഒക്കെ തന്നെ ഈ പ്രശ്നം ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ ആമാശയത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരുപാട് ബാക്ടീരിയസ് നമ്മുടെ ആമാശയത്തിലുണ്ട്. അതുപോലെ നമുക്ക് ഉപകാരമില്ലാത്ത തരത്തിലുള്ള ബാക്ടീരിയ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ തന്നെ ഒരു സന്തുലിത അവസ്ഥ മൂലമാണ് നമുക്ക് നല്ല ആരോഗ്യത്തോടെ നല്ല ആമാശയ പ്രശ്നങ്ങളൊന്നും ഇരിക്കാതെയൊക്കെ ആമാശയ പ്രശ്നങ്ങളൊന്നും ഒന്നും ഉണ്ടാകാതിരിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ ആമാശയത്തിലെ ഈ ഒരു വ്യവസ്ഥയ്ക്ക്, അതായത് നമുക്ക് ആവശ്യമായ രീതിയിലുള്ള ബാക്ടീരിയസൊക്കെ ഉള്ള ആ ഒരു വ്യവസ്ഥയ്ക്ക് എന്തെങ്കിലും മാറ്റം വരുന്ന സമയത്താണ് നമുക്ക് ഈ ഒരു പ്രശ്നം ഉടലെടുക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളെന്ന് പറയുമ്പം ആമാശയത്തിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാകുന്നത്. അപ്പം ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ് എന്നൊക്കെ അറിയപ്പെടുന്ന ആമാശയത്തിൽ ഇൻഫെക്ഷൻ ഉണ്ടായിട്ട് വയറിളക്കമൊക്കെ വരുന്നൊരു അസുഖമാണ്. അപ്പോൾ ഈ രോഗമൊക്കെ വന്നതിന് ശേഷം പലർക്കും തന്നെ ഈ IBSൻ്റെ പ്രശ്നം പിന്നീട് വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പം നമുക്ക് സ്ഥിരമായിട്ട് ഒരുപാട് ആൻറ്റിബയോട്ടിക്കുകളോ അല്ലെങ്കിൽ പെയിൻ കില്ലറോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മരുന്നുകളോ ഒക്കെ സ്ഥിരമായിട്ട് കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവരുടെ ആമാശയത്തിലുള്ള ഈ ഒരു നമുക്ക് വേണ്ടുന്ന രീതിയിലുള്ള ഹെൽപ്ഫുള്ളായിട്ടുള്ള ഈ ബാക്ടീരിയയിലെല്ലാം തന്നെ നശിച്ചു പോകുന്നു. അതിൻ്റെ ഫലമായിട്ട് തന്നെ നമുക്ക് ഇറിറ്റബിൾ ബവൽ സിൻഡ്രോമിൻ്റെ ഈ പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നല്ല മാറ്റം വരുത്തേണ്ടത് അത്യാവശ്യമാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിലാണെങ്കിൽ ഒരുപാട് എരിവും പുളിയും ഒക്കെ ഉള്ള ആഹാരങ്ങൾ കഴിക്കുന്നത് വളരെ കൂടുതലാണ്. അപ്പം അച്ചാറ് കഴിക്കുക, അല്ലെങ്കിൽ ഒരുപാട് സ്പൈസി ആയിട്ടുള്ള ആഹാരങ്ങളൊക്കെ കഴിക്കുക, ഒരുപാട് ഫാറ്റി ഫുഡ് കഴിക്കുക, ബേക്കറി ഫുഡ്, പേസ്ട്രി പോലത്തെ സാധനങ്ങൾ, സോഫ്റ്റ് ഡ്രിങ്ക്സ്, ഒരുപാട് കോഫിയും ചായയൊക്കെ കുടിക്കുക, ഒരുപാട് പൊരിച്ചതും കരിച്ചത് പോലത്തെയൊക്കെ രീതിയിലുള്ള ആഹാരങ്ങൾ കഴിക്കുക, ഇവയൊക്കെ തന്നെ ഈ പറഞ്ഞ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോമിൻ്റെ പ്രശ്നം ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ എല്ലാവരും അറിഞ്ഞിരിക്കും. ഇപ്പം നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് വെച്ചാൽ നമ്മുടെ കഴിഞ്ഞ ഒരു 3 മാസത്തെ ഹിസ്റ്ററി, അതായത് ചരിത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ
കഴിഞ്ഞ 3 മാസത്തിനിടയ്ക്ക് ഒരു മാസത്തിലൊരു 3 തവണയെങ്കിലും മലബന്ധമോ അല്ലെങ്കിൽ വയറിളക്കമോ വന്നിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ കഴിഞ്ഞ ഒരു 3 മാസം ഇടയ്ക്കിടയ്ക്ക് വയറിളക്കവും അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് മലബന്ധമോ അല്ലെങ്കിൽ സ്ഥിരമായിട്ടുള്ള ഗ്യാസിൻ്റെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും തന്നെ മാനസിക പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഇപ്പോൾ പാല് കഴിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേക രീതിയിലുള്ള ഫുഡൊക്കെ കഴിക്കുമ്പോഴൊക്കെ വരുന്ന വയറിളക്കമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുന്നുണ്ടോ എന്ന് എല്ലാവരും ശ്രദ്ധിക്കുക. ഈ പറയുന്ന ലക്ഷണങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്ന് പറയുന്ന രോഗമാണെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അത് ചികിത്സിച്ച് മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക. കാര്യം കുറേ നാൾ കഴിയുമ്പോൾ ഈ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം കറക്റ്റ് ട്രീറ്റ് ചെയ്യാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് വരാൻ സാധ്യതയുണ്ട്. കാര്യം നമ്മൾ കഴിക്കുന്ന ആഹാരമൊന്നും കറക്റ്റായിട്ട് ഡൈജസ്റ്റ് ചെയ്യുന്നില്ല, അതിലുള്ള പോഷകങ്ങളൊന്നും കറക്റ്റായിട്ട് വലിച്ചെടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുമൂലം തന്നെ വയറിളക്കവും കോൺസ്റ്റിപ്പേഷനും ഒക്കെ സ്ഥിരമായിട്ട് വരുന്നത് കാരണം നമുക്ക് ഏനസുമായിട്ട് ബന്ധപ്പെട്ട് അതായത് പൈൽസോ ഫിസ്റ്റുലയോ അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള അസുഖങ്ങളൊക്കെ വരാനും സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോമിൻ്റെ പ്രശ്നമുള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുമ്പോൾ അവർക്ക് പ്രധാനമായിട്ട് വേണ്ടത് മാനസിക പിരിമുറുക്കമൊക്കെ മാറ്റുക എന്നുള്ളതാണ്. കാരണം മാനസികമായിട്ടുള്ള പ്രശ്നമാണ് അതിൻ്റെ ഒരു മെയിൻ കോസായിട്ട് കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളും സ്ട്രെസ്സും ഒക്കെ കുറയ്ക്കാനായിട്ടുള്ള കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ആയുർവേദത്തിൽ ഒരുപാട് മരുന്നുകൾ ഇതിൽ ലഭ്യമാണ്. ആയുർവേദപരമായിട്ടുള്ള മരുന്നുകളൊക്കെ കഴിക്കുകയാണെങ്കിൽ ഈ മാനസിക സംഘർഷവും പിരിമുറുക്കമൊക്കെ ഒരുപാട് ഡിപ്രഷനും അങ്ങനത്തെ പ്രശ്നമൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അതൊക്കെ തന്നെ മാറ്റാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ പോഷക സമൃദ്ധമായിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുക. നേരത്തെ പറഞ്ഞതുപോലത്തെ ഫാസ്റ്റ് ഫുഡും ബേക്കറി ഫുഡ്, ദഹിക്കാൻ പാടുള്ള രീതിയിലുള്ള മീറ്റ് അവയൊക്കെ തന്നെ ഒഴിവാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഒരുപാട് ദഹിക്കാൻ പാടുള്ള രീതിയിലുള്ള ആഹാരമൊക്കെ ഒഴിവാക്കിയതിന് ശേഷം ദിവസം ഒരു 6 നേരമായിട്ട് കുറേശ്ശെ രീതിയിൽ ആഹാരം കഴിക്കുന്നതായിരിക്കും നല്ലത്. ഒരുപാട് വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം ഈ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോമിൻ്റെ പ്രശ്നമുള്ളവർക്കുള്ള പ്രശ്നം എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഗ്രഹണി യന്ത്രത്തിന് അതായത് ആമാശയത്തിൻ്റെ അറ്റത്തുള്ള ഡിയോണിനം എന്നറിയപ്പെടുന്ന ഗ്രഹണി യന്ത്രത്തിനൊക്കെ വരുന്ന പ്രശ്നങ്ങളുകൊണ്ടാണ് ഇതുണ്ടാകുന്നത്. അപ്പം നമ്മുടെ ആ ഒരു അവയവത്തിന് നമ്മുടെ ഫുഡിന് ആവശ്യമായിട്ടുള്ള സമയത്ത് പിടിച്ചു നിർത്താനുള്ള ആ ഒരു കഴിവ് നഷ്ടപ്പെടുന്നു. അതുകൊണ്ട് തന്നെ അപ്പം ഗ്രഹണിയിൽ ആവശ്യ സമയത്തിന് ഫുഡ് നിന്നാൽ മാത്രമേ അതിലുള്ള ന്യൂട്രിയൻസ് ഒക്കെ നമ്മുടെ ശരീരത്തിലോട്ട് അബ്സോർവ് ചെയ്യത്തുള്ളൂ. അപ്പോൾ അത് പിടിച്ചു നിർത്താനുള്ള കഴിവില്ലാത്തത് കാരണം പെട്ടെന്ന് തന്നെ ടോയ്ലറ്റിൽ പോകേണ്ട അവസ്ഥ വരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കിനും ഒരുപാട് പേർക്ക് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള പ്രശ്നങ്ങളും പെട്ടെന്ന് തന്നെ മെലിച്ചിൽ വരിക, ക്ഷീണം, എന്ത് പ്രവൃത്തി ചെയ്യാനും ക്ഷീണവും തലവേദനയും നടുവേദനയും വയറിൻ്റെ വീർപ്പും അങ്ങനെ പല പ്രശ്നങ്ങളും മാറി വരുന്നതായിരിക്കും. സ്ത്രീകൾക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് പുരുഷന്മാരെ അപേക്ഷിച്ച് ചില സമയത്തൊക്കെ കുടുംബ പ്രശ്നങ്ങളോ അതൊക്കെ ഉള്ളതിനാൽ സ്ത്രീകൾ പൊതുവേ ഇങ്ങനെ സ്ട്രെസ്സൊക്കെ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ടെൻഷൻസൊക്കെ ഉണ്ടെങ്കിലും ഒന്നും പുറത്ത് കാണിക്കാറില്ല. അവർക്കൊക്കെ തന്നെ ഈ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോമിൻ്റെ പ്രശ്നം ഒരുപാട് ഉള്ളതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതുമൂലം തന്നെ അവർക്ക് നേരത്തെ പറഞ്ഞതുപോലത്തെ മെലിച്ചിലോ അല്ലെങ്കിൽ മുടി പൊഴിച്ചിലോ അങ്ങനത്തെ എന്തെങ്കിലും ആരോഗ്യപരമായിട്ടുള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് അങ്ങനെ പല പ്രശ്നങ്ങൾ വരാറുണ്ട്. അപ്പം നമ്മൾ ഇറിറ്റബിൾ സിൻഡ്രോം എന്നറിയപ്പെടുന്ന ഈ രോഗത്തിന് ഏറ്റവും നല്ലൊരു മരുന്നാണ് നമ്മുടെ കറിവേപ്പില എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും തന്നെ കഴിച്ചു നോക്കാവുന്നതാണ്. കറിവേപ്പില എന്ന് പറയുമ്പോൾ ഒരു 7-8 കറിവേപ്പില എടുക്കുക. കറിവേപ്പിലയുടെ പീസിനെയാണ് ഉദ്ദേശിച്ചത്. ഒരു 7-8 കറിവേപ്പില എടുത്തതിന് ശേഷം അതിനകത്ത് ഒരു തള്ളവിരലിൻ്റെ വലുപ്പത്തിൽ ഇഞ്ചി എടുക്കുക. പിന്നെ ഒരു ഇടത്തൊരു പീസ് ശർക്കരയും എടുക്കുക. ഇവയെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് പൊടിച്ച് യോജിപ്പിച്ചതിന് ശേഷം എല്ലാ ദിവസവും രാവിലെ കഴിക്കുക. ഇത് വളരെ നല്ലതായിരിക്കും. ഒരു മാസമൊക്കെ അടുപ്പിച്ച് ഈ കറിവേപ്പിലയും ശർക്കരയും കുറച്ച് തേനും കൂടി ചേർക്കാവുന്നതാണ്. തേനും പിന്നെ ഈ പറഞ്ഞിട്ടുള്ള സാധനമൊക്കെ ചേർത്തിട്ട് രാവിലെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു IBSൻ്റെ പ്രശ്നം നന്നായിട്ട് മാറ്റാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ഇഞ്ചിയൊക്കെ ദിവസവും കഴിക്കുന്നത് വളരെ നല്ല. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും കഴിക്കുന്ന കാപ്പിയിലോ എന്തെങ്കിലും കട്ടൻ കാപ്പിയിലോ അല്ലെങ്കിൽ കട്ടൻ ചായയിലൊക്കെ അല്ലെങ്കിൽ ചായയിൽ തന്നെ ആയാലും ശരി ഒരു വലിയ പീസ് ഇഞ്ചി നന്നായിട്ട് ചതച്ചിട്ടിട്ട് അത് കഴിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പം എല്ലാ ദിവസവും തന്നെ കറിവേപ്പിലയും ഇഞ്ചിയൊക്കെ തന്നെ നമ്മുടെ ആഹാരത്തിൽ നന്നായിട്ട് ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ പെരുംജീരകവും ജീരകവും ഒക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പം പെരുംജീരകവും ജീരകവും ഒക്കെ ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് അത് കുടിക്കാൻ എടുക്കുക, അല്ലെങ്കിൽ അത് പൊടിച്ച് വെച്ചിട്ട് കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്ത് കഴിക്കുകയൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. പ്രത്യേകിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോത്തിൻ്റെ പ്രശ്നമൊക്കെ മാറ്റാൻ പറ്റുന്നത്. അപ്പം നമുക്ക് ഇപ്പം ഇറിറ്റബിൾ ബവൽ സിൻഡ്രോത്തിൽ ചില സമയത്ത് വയറിളക്കമായിരിക്കും അല്ലെങ്കിൽ ചില സമയത്ത് മലബന്ധമായിരിക്കും എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ സ്ഥിരമായിട്ട് മലബന്ധത്തിൻ്റെ പ്രശ്നമുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർ ഫൈബർ കണ്ടൻറ്റ്, അതായത് നാരുകളുടെ അംശം ധാരാളം അടങ്ങിയിട്ടുള്ള രീതിയിലുള്ള ആഹാരമാണ് അവർ കഴിക്കേണ്ടത്. അപ്പോൾ അവർ കഴിക്കേണ്ട ആഹാരം എന്ന് പറയുമ്പം വാഴപ്പിണ്ടി, അതുപോലെ പച്ചക്കറികൾ, ഓട്സ്, പഴങ്ങൾ,
പഴവർഗ്ഗങ്ങൾ ഇവയൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ നാരടങ്ങിയിട്ടുള്ള രീതിയിലുള്ള മറ്റ് വെജിറ്റബിൾസും പിന്നെ തവിടോടുകൂടിയ അരിയും തവിടോടുകൂടിയ ഗോതമ്പും ഒക്കെ കഴിക്കുന്നത് നല്ലതായിരിക്കും. അപ്പം പിന്നെ പ്രധാനമായിട്ട് ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം പ്രശ്നം ഉണ്ടാകുന്നത് കണ്ടിട്ടുള്ളത് പാല് കഴിക്കുന്നവർക്കാണ്. ചിലർക്കാണെങ്കിൽ ഈ ലാക്ടോസ് ഇൻടോളറൻസ് എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ട്. അതായത് പാൽ അവർക്ക് ഡൈജസ്റ്റ് ചെയ്യാനുള്ള കഴിവ് ഉണ്ടാവത്തില്ല. അങ്ങനത്തെ പ്രശ്നമുള്ളവർക്ക് പാല് ചേർത്തിട്ടുള്ള ചായയോ അല്ലെങ്കിൽ പാല് ചേർത്തിട്ടുള്ള ചീസോ മറ്റെന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കഴിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ വയറിളക്കത്തിൻ്റെ പ്രശ്നം ഉണ്ടാകുന്നതാണ്. അങ്ങനെയുള്ളവർ അത് മനസ്സിലാക്കിയിട്ട് പാല് പൂർണ്ണമായിട്ട് ഒഴിവാക്കുക, പാലും ചീസും ഒക്കെ ഒഴിവാക്കുക. പക്ഷേ അങ്ങനെയുള്ളവർക്ക് മോര് കഴിക്കാൻ പറ്റുന്നതാണ്. തൈര് കഴിവതും ഇറിറ്റബിൾ ബവൽ സിൻഡ്രോമിൻ്റെ പ്രശ്നമുള്ളവർ കഴിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ മോര് കഴിക്കുന്നത് നല്ലതായിരിക്കും. അതായത് തൈര് എടുത്ത് നന്നായിട്ട് കടഞ്ഞതിന് ശേഷം ആ വെണ്ണ മാറ്റുക, അതിനുശേഷം അതിനകത്ത് വെള്ളവും ചേർക്കുക, അതിനകത്ത് കുറച്ച് കറിവേപ്പിലയും നേരത്തെ പറഞ്ഞതുപോലത്തെ ഇഞ്ചിയും ഒക്കെ ചേർത്തതിന് ശേഷം ആ മോര് എല്ലാ ദിവസവും ഭക്ഷണം കഴിക്കുന്നതിന് ഒരു മിഡിലായിട്ട് ഈ മോരും കൂടി കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത് ഈ ഒരു ആമാശയ പ്രശ്നങ്ങൾ, ഏത് തരത്തിലുള്ള ആമാശയ പ്രശ്നങ്ങളായാലും പിന്നെ ഈ രോഗത്തിനൊക്കെ തന്നെ ഈ മോര് കഴിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നീട് എല്ലാവരും തന്നെ ഷുഗർ ഫ്രീ, ഇപ്പോൾ ഡയബറ്റീസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ഷുഗർ ഫ്രീ ആയിട്ടുള്ള ചൂയിങ്ങോ ഷുഗർ ഫ്രീ ആയിട്ടുള്ള ഡ്രിങ്ക്സും ഒക്കെ കഴിക്കാറുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഈ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോമിൻ്റെ പ്രശ്നം കൂടാറുണ്ട്. അതുപോലെ ചില തരത്തിലുള്ള ഫ്രൂട്ട്സ് കഴിക്കുമ്പോഴും അതുപോലെ ചിലർക്ക് ഗോതമ്പിൻ്റെ ആഹാരങ്ങൾ കഴിക്കുമ്പോഴും ഈ വയറിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അതായത് ഗ്ലൂട്ടൻ അലർജി ചിലർക്ക് കാണും. ഗ്ലൂട്ടൻ എന്ന് പറയുമ്പോൾ അത് അടങ്ങിയിട്ടുള്ളത് നമ്മുടെ ഗോതമ്പ്, ഓട്സ്, ബാർലി അവയിലൊക്കെയാണ്. ഈ പറയുന്ന ആഹാരങ്ങൾ ചിലർക്ക് ദഹിക്കാനുള്ള കഴിവ് കാണത്തില്ല, അവർക്ക് അലർജി ഉണ്ടാവും അതിനോട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ ആഹാരങ്ങൾ കഴിച്ചതിന് ശേഷമാണ് ഈ വയറിളക്കത്തിൻ്റെ ഈ പ്രശ്നമൊക്കെ വരികയാണെങ്കിൽ അവരത് ഒഴിവാക്കുക. ചിലർക്കാണെങ്കിൽ നട്ട്സ് ആയിരിക്കും പ്രശ്നം, ചിലർക്ക് മുട്ടയായിരിക്കും പ്രശ്നം. അപ്പോൾ ഏത് തരത്തിലുള്ള ഫുഡ് കഴിക്കുമ്പോഴാണ് അവർക്ക് ഈ കൂടുതലായിട്ട് വയറിൻ്റെ ഈ അസ്വസ്ഥതകളും മോശം പോകേണ്ട അവസ്ഥയൊക്കെ വരുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് ആ പറയുന്ന ആഹാരങ്ങളൊക്കെ തന്നെ ഒഴിവാക്കുന്നതായിരിക്കും അവർ നല്ലത്. അതിനുശേഷം അവർ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഒക്കെ നന്നായിട്ട് കഴിക്കാനായിട്ടും ഇഷ്ടംപോലെ വെള്ളം കുടിക്കാനും ഒക്കെ ആയിട്ട് ശ്രദ്ധിക്കുക. അപ്പം മാനസിക സംഘർഷങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ, ഉറക്കക്കുറവൊക്കെ നന്നായിട്ടുള്ളവരാണെങ്കിൽ എന്തായാലും അതൊന്ന് കൺട്രോൾ ചെയ്താൽ മാത്രമേ ഈ ഒരു രോഗം മാറുകയുള്ളൂ. അതുപോലെ നമുക്ക് മാനസിക സംഘർഷവും ഒക്കെ ഒത്തിരി ഉള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് തക്രധാരയും ശിരോധാരയൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അതുപോലെ നെല്ലിക്ക തളമൊക്കെ തലയിൽ വെക്കുന്നതും നന്നായിട്ട് തണുത്ത എണ്ണയൊക്കെ തേച്ച് കുളിക്കുന്നതൊക്കെ നല്ലതായിരിക്കും. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, ഒരുപാട് ഈ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോമിൻ്റെ പ്രശ്നമൊക്കെ ഒന്ന് മെലിച്ചിലും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ കഴിവതും ഒരു ആയുർവേദ ഹോസ്പിറ്റലിൽ കിടന്നിട്ട് ഈ തക്രധാരയും ശിരോധാരയും ദേഹത്തെ എണ്ണ തേക്കുന്ന രീതിയിലുള്ള അഭ്യംഗ ചികിത്സയും ഒക്കെ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം കൂടി വന്നിട്ട് ഒരുപാട് അവരുടെ രോഗപ്രതിരോധ ശേഷി തന്നെ നന്നായിട്ട് നശിക്കുകയും നന്നായിട്ട് മെലിഞ്ഞു പോവുകയും അതുമൂലം തന്നെ പല മാറാ രോഗങ്ങൾ വരികയൊക്കെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും തന്നെ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം ഉണ്ടോ, എന്തെങ്കിലും ഫുഡ് കഴിക്കുമ്പോൾ ഈ പറയുന്ന കണക്കുള്ള ആമാശയ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, നടുവേനയോ വയറുവേനയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് മനസ്സിലാക്കിയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അത് ചികിത്സിച്ച് മാറ്റാനായിട്ട് ശ്രദ്ധിക്കാം. കാളശാഖാദി കഷായം, കൈഡര്യാദി കഷായം, ഡാഡിമാദി ഘൃതം, ചാങ്ങേരിയാദി ഘൃതം, അങ്ങനെ പലതരത്തിലുള്ള വളരെ ഫലപ്രദമായിട്ടുള്ള ആയുർവേദ മരുന്നുകൾ ലഭ്യമാണ്. അത് രോഗത്തിൻ്റെ കണ്ടീഷൻ അനുസരിച്ച് ഒരു ഡോക്ടറെ കണ്ടതിന് ശേഷം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രോഗം പൂർണ്ണമായിട്ടും ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്നതാണ്.